ഹായ്. നമ്മുടെ കേരളത്തിലെ 54% ദമ്പതികളും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 54% ഒന്നല്ല, ഒരു 75% ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യൂ, ഇത്ര ശതമാനം ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോ അന്നും ഇന്നും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഒരു എന്താണ് ആരും സമ്മതിക്കാത്ത ഒരു സത്യം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്രയൊക്കെ വേണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോഴെങ്കിലും അമിത ബന്ധത്തിൽ ഏർപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണ്? ഭൂരിഭാഗം ആളുകൾ മനഃപൂർവ്വം ഇങ്ങനെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണറെ ചീറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടൊന്നും അല്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഏർപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ചുരുങ്ങിയ ശതമാനം ആളുകൾ മനഃപൂർവ്വം ഉണ്ടെന്നുള്ളതും സത്യമാണ്. അപ്പോ അറിയാതെ ഇങ്ങനെ ഏർപ്പെട്ടു പോകാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ആ പാർട്ട്ണറുമായിട്ടുള്ള ചില ബന്ധത്തിലെ കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടാവും. എന്നോട് ഒരുപാട് സമയം സംസാരിക്കുന്ന ആളായിരിക്കണം, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ജോലി ഉള്ളതായിരിക്കണം, ഇത്ര സൗന്ദര്യം ഉള്ളതായിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ. സ്ത്രീകളുടെയൊക്കെ അധിക സങ്കല്പം വെച്ചാല് കെയറിങ്ങും സ്നേഹവും, നമ്മുടെ കൂടെ ഇരിക്കണം, നമുക്ക് പുറത്തു കൊണ്ടുപോകണം, നമ്മളെ പ്രശംസിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഈ പുരുഷന്മാർക്ക് എന്താ വെച്ചാല് അവരെ മനസ്സിലാക്കുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കണം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കണ്ടമാനം പൈസ ചെലവാക്കേണ്ടി വരുന്നു, അത്രയൊന്നും സാമ്പത്തിക ശേഷി എനിക്കില്ല, എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, ഇതിന്റെ ഇടയിൽ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെയാണ്. അപ്പോ സ്ത്രീകളുടെ കാര്യമൊന്നും പുരുഷന്മാരുടെ കാര്യമൊന്നുമാണ്. ഇത് പരസ്പരം മീറ്റ് ചെയ്യാത്ത അവസരത്തില്, അല്ലെങ്കിൽ ചില പുരുഷന്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഭാര്യ നല്ല വൃത്തിയായിട്ട് നടക്കൂല, ഒരു എന്താണ് വീട്ടിന്റെ ഉള്ളിൽ ഒരു വൃത്തികെട്ട ഡ്രസ്സുമായിട്ടാണ് നടക്കുക, ഭാര്യയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ. അപ്പോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിവാഹം കഴിഞ്ഞ ശേഷമാണ്. എത്രയൊക്കെ ആലോചിച്ചിട്ടോ, ലവ് മാരേജ് ആയാലോ എങ്ങനെ കെട്ടിയായാലും ശരി, വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് പറയാറുണ്ട്, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തിരക്കിനിടയിൽ ഒരിക്കല് നമ്മളൊന്ന് അവഗണിച്ചാൽ പോലും അതിന്റെ വേദന എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. അപ്പൊ അങ്ങനെ തുടർച്ചയായ അവഗണനകള്, തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാതെ വരുമ്പോ ഒക്കെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ സന്ദർഭത്തിലായിരിക്കും ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പരിചയപ്പെടുന്നത്. ഒന്നെങ്കിൽ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഇതൊന്നുമില്ലെങ്കിലും വല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പരിചയപ്പെട്ട ആളുകളായിരിക്കാം. പണ്ട് സ്കൂളിൽ പഠിച്ച ആളുകൾ റീയൂണിയന്റെ സമയത്തൊക്കെ അതിനുശേഷം പ്രണയിച്ചു പോകുന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കിട്ടാത്ത കാര്യങ്ങൾ, ഒരു ശൂന്യത ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ആളുകളും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ അവള് എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല, ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണ്ടേ. സ്നേഹവും പലർക്കും സെക്ഷൽ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്നേഹം എന്താണ്, സെക്സ് എന്താണ്, കെയറിങ് എന്താണ്, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണമല്ലോ. അപ്പൊ കൂടെയുള്ള ഭർത്താവിനല്ലേ ഭാര്യയെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമോ, കുട്ടികളുടെ ഭാവി ഓർത്ത്, വീട്ടുകാരെന്തു പറയും, ഇതൊക്കെ ഓർത്തിട്ട് നമ്മൾ അധികം ഒഴിവാക്കാറില്ല. എങ്ങനെയെങ്കിലും ആ ബന്ധം കൊണ്ടുപോവുക, എന്നാൽ ആ ബന്ധത്തിൽ നിന്ന് കിട്ടാത്ത സന്തോഷം മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ തേടുക, ഇതൊക്കെ തന്നെയല്ലേ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഏർപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി 10% ആളുകൾ മനഃപൂർവ്വമാണ് കേട്ടോ. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. സ്ത്രീയായാലും പുരുഷനായാലും ശരി, നമ്മളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനോ സാമ്പത്തികമായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമേജ്, പദവി ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ പല രീതിയിലുള്ള ചൂഷണങ്ങള് നടക്കാറുണ്ട്. അപ്പൊ അതും വളരെയധികം ശ്രദ്ധിക്കണം. ഇനി പങ്കാളികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു കുറവില്ലെങ്കിലും അമിതമായിട്ട് ഒരു ലൈംഗിക താല്പര്യമുള്ള ആളുകള് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതും കണ്ടുവരാറുണ്ട്. ഞാൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട പാർട്ട്ണർ എന്നെ ചീറ്റ് ചെയ്തു, അയാൾക്ക് മറ്റൊരാളുമായിട്ടും ബന്ധമുണ്ട്, ഇനിയിപ്പോ എന്താണ് ചെയ്യുക? അപ്പൊ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ പാർട്ട്ണറെ ചീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്. ചീറ്റിംഗ് എന്ന് നമ്മളെ നാട്ടിൽ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം നമ്മുടെ ഒരു കൾച്ചറിലേക്ക് വരുമ്പോഴാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അത്
കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൾച്ചറിൽ അത് പ്രശ്നമാണെന്ന് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരാള് പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിനെ ദൈവം ചതിക്കും എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. നമ്മളെ സ്വന്തം ഭർത്താവായാലും ഭാര്യ ആയാലും ഇനി വേറെ ഏത് റിലേഷൻഷിപ്പിലുള്ള ഒരാളായാലും ഒരു വ്യക്തി എല്ലാ കാലത്തും നമ്മളോട് കൂടി ഉണ്ടാവണം. അതേ സ്നേഹത്തോടും അംഗീകാരത്തോടും കൂടി ഒപ്പം ഉണ്ടാവുന്ന ഒരിക്കലും ഒരാളും കരുതരുത്. നമുക്ക് മാറ്റങ്ങൾ വരുന്നത് പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഏതൊരാളുമായിട്ടും റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോ ഒരു മുൻകരുതല്, നമ്മള് എല്ലാ സന്തോഷങ്ങളും ആ വ്യക്തിയെ മാത്രം ആശ്രയിച്ചാവരുത്. നമ്മുടേതായ സന്തോഷങ്ങൾ നമുക്ക് വേണം. നമ്മള് സെൽഫ് കെയർ വേണം. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ലേഡീസ് കുറെ മുതിർന്ന ശേഷമായിരിക്കും ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുക, തുന്നൽ പഠിക്കാൻ പോവുക, ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി ഒരു PG ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കും, PhD ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സാവുക. ഇത്തരത്തില് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ എക്സ്ട്രാ ഫെയറിൽ ഏർപ്പെടുന്നത് കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങൾ അവെയർ ആകുക, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളെ വീടിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങൾ, കടമകള്, ഇതൊക്കെ മറന്നുകൊണ്ടായിരിക്കും ഒരു അഫെയറിന് പിന്നാലെ നിങ്ങൾ അന്ധമായിട്ട് പോയിട്ടുണ്ടാവുക. അപ്പൊ ആ പാർട്ട്ണർ നിങ്ങളെ ചതിക്കുമ്പോ, ചീറ്റ് ചെയ്യുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സന്തോഷം ഫുള്ള് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. ഇനി എങ്ങനെ നമ്മൾ സന്തോഷം കണ്ടെത്തും? ഏത് കാര്യത്തിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തും? നഷ്ടപ്പെട്ട സമയം ഇനി എങ്ങനെ തിരിച്ചെടുക്കും? ചിലർക്ക് വൻ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഇമേജ് പോയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. അപ്പോ ഇതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കും? അപ്പോ നിങ്ങളൊരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അവെയർ ചെയ്തുകൊണ്ട് വേണം ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ പോലും ഏർപ്പെടാൻ എന്നാണ് ഞാൻ പറയുക. കാരണം ഈ സൗഹൃദങ്ങളാണ് അറിയാതെ അറിയാതെ സ്നേഹമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ലൈഫ് നമ്മൾ എപ്പോഴും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് തന്നുകൊണ്ട് ലെസൺസ് പഠിപ്പിക്കും. ഇന്ന സമയത്ത് ഇന്നയാള് നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അയാൾ വന്നിരിക്കും, തരേണ്ട പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അത് നമ്മൾ പഠിക്കുക, ഉയരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊരു ചീറ്റിംഗ് ആണെന്നുള്ള രീതിയിലൊന്നും കണക്കാക്കണ്ട. ഇതൊന്നും ഞാൻ കുറെ ലെസൺസ് പഠിച്ചു എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കൂ. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ആ ലെസൺസ് നിങ്ങൾ പഠിച്ചതായിരിക്കണം. അവീതം ഭാര്യ കയ്യോടെ പിടികൂടി എന്താണ് ചെയ്യുക? ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇത്തരത്തിലുള്ള അഫയർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാല് നമ്മുടെ കേരള കൾച്ചറിൽ ക്ഷമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിദേശ രാജ്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു സമയത്ത് മറ്റുള്ളവരുമായിട്ട് റിലേഷൻ ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ഒരു മാന്യത അവർ കീപ്പ് ചെയ്യും. ആ റിലേഷൻ മടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ മുഖത്ത് നോക്കി തുറന്നു പറയാനും മാന്യമായ രീതിയിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഗഡ്സ് അവർക്കുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പൊ കയ്യോടെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലൈഫ് പഴയ അവസ്ഥയിലേക്ക് എത്താൻ നല്ല പ്രയാസമാണ്. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണുക, അതിനെ എന്തും ഫേസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫാമിലി തെറാപ്പി കൗൺസിലിങ്ങിന് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് പോവുക. അപ്പൊ ആ കൗൺസിലിങ് കഴിയുമ്പോൾ ചിലപ്പോ തെറ്റുകൾ പൊറുക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞേക്കാം. മിക്കവാറും കേസസിൽ പിന്നെ നമ്മള് എന്തായാലും എന്നോട് ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഞാനിങ്ങനെ ചെയ്യില്ല, സംഭവിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേണമെങ്കിൽ മുന്നോട്ട് പോവാം. ഒരുപാട് ഹൃദയ വിശാലത ഉള്ള ആൾക്ക് മാത്രമേ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ തുറന്നു പറയാം. ഇനി ഭാര്യ അവിഹിതത്തിൽ ഏർപ്പെടുമെന്ന പേടിയുണ്ട്, അതുകൊണ്ട് സംശയരോഗം വരുന്നു, എന്താണ് ചെയ്യുക? ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട്. ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് അവരോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വർത്താനം പറയുക, അവരെ പ്രശംസിക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, ഇത്രയൊക്കെ മതി. ചില ആളുകൾക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു. ചില ആളുകൾക്കാണെങ്കിൽ ഒന്ന് തൊട്ട് തലോടി സ്നേഹത്തോടെ അടുത്തിരുത്തി ടച്ച് ചെയ്യുന്നതിൽ വളരെ താല്പര്യമുണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് വരുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത്.
അപ്പൊ ഇത്തരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചാല് ഒരു പരിധിവരെ പാർട്ട്നേഴ്സ് എക്സ്ട്രാ ഫെയറിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അവനവനില് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 100% ഞാൻ പറയുന്നില്ല, ഒരു 90% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവാണെന്ന് സ്വയം വിശ്വസിക്കുകയും അത് ഭാര്യയോട് ഒന്ന് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്ന് ഒരു ഇത് അനുഭവപ്പെടുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പൊ എന്നിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. ഇനി എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നികത്താനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സംശയരോഗം ഒഴിവാക്കാവുന്നതാണ്. സേഫ് ആയിട്ടുള്ള രീതിയിൽ അവിഹിതത്തിൽ ഏർപ്പെടാമെന്ന് സോഷ്യൽ മീഡിയയിൽ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയാറുണ്ട്. ഇത് ശരിയാണ്. അപ്പൊ എന്താണ് അവര് സേഫ് ആയിട്ടുള്ള അവിഹിത ബന്ധം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു സെക്ഷൽ പ്രൊട്ടക്ഷൻ ആ രീതിയിലല്ല ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷനേക്കാൾ നമ്മുടെ മനസ്സിനാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചങ്കും കരളും മനസ്സും എല്ലാ സമയവും പൈസയും എല്ലാം ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക. അവനവനെ കുറിച്ചുള്ള ഒരു ബോധം, അവയർനെസ്സോട് കൂടിയിട്ട് നിങ്ങൾ ആരുമായിട്ടും ഉള്ള ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ബോധപൂർവം ഏർപ്പെടുമ്പോൾ അത്യാവശ്യം നമ്മൾ സേഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മള് പലപ്പോഴും ട്രാപ്പിലാകാം. നമ്മളെ വാട്സപ്പ് കോളുകള്, ചാറ്റ് ഹിസ്റ്ററി, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുറെ തെളിവുകളൊക്കെ വരുമ്പം കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ സോഷ്യൽ ഇമേജിനെയും കുടുംബജീവിതത്തിനെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവയർനെസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഫീലിംഗ് അനുഭവപ്പെടും. ഇനി മൈത്രേയൻ പറയുന്നത് കേട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഭയം നഷ്ടമായി, ലൈസൻസ് കിട്ടിയ പോലെയായി, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ ബഹുമാനിക്കും. ഇദ്ദേഹം കുറെ റിസർച്ചുകളും കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. അത് അദ്ദേഹത്തിന്റെ സ്വന്തം പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വായിച്ച അറിവ് ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഒരു വീക്ഷണകോണില് നമ്മുടെ കേരളത്തിലെ കൾച്ചർ അനുസരിച്ച് എക്സ്ട്രാ അഫെയറിൽ പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ചെറിയ രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇത്ര അഫെയർ ഉണ്ടായി പിടിച്ച ശേഷം വീണ്ടും ആ ബന്ധം പഴയ പോലെ ഉൾക്കൊള്ളാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തുറന്നു പറയുകയും നിലവിലുള്ള ബന്ധം അവസാനിപ്പിക്കുകയും പുതിയൊരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷെ കേരളത്തിലെ ആളുകളുടെ മാനസികാവസ്ഥ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണോ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്, ആളുകളുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാല് വലിയ തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. മൈത്രേയൻ പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ നാടിന്റെ കൾച്ചർ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങളുടെ ഒരു ഫാമിലി സെറ്റപ്പ് എന്താണ്, എത്രത്തോളം നിങ്ങളുടെ ഭാര്യയുടെ മാനസികാവസ്ഥ, ഭർത്താവിന്റെ മാനസികാവസ്ഥ ഡെവലപ്ഡ് ആയിട്ടുണ്ട്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം വേണം. ഒരു ഭരണിയിൽ ലഡു ഉണ്ട് വെച്ചിട്ട് നമ്മൾ ഓടിപ്പോയി അത് എടുക്കൂല. അത് വാങ്ങാനുള്ള പൈസ നമുക്കുണ്ടോ? അതല്ലെങ്കിൽ ആരും കാണാത്ത രസത്തിൽ ഇങ്ങനെ കട്ടെടുത്തിട്ട് തിന്നാല് വരുന്ന കോൺസിക്വൻസസ് എന്താ? ഇത്തരം ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും മനസ്സിലും കാണും. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അവിടെ വല്ല CCTV ഉണ്ടെങ്കിൽ ലഡു എടുത്ത് തിന്ന് കണ്ടു വിചാരിച്ചോ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇനി പൈസ കൊടുക്കാതെ ഒക്കെയാണ് നമുക്ക് അർഹതപ്പെടാത്തൊരു കാര്യം, അതാണ് ഉദ്ദേശിച്ചത്. കഴിച്ചാല് നമുക്ക് എന്ത് വരും? കുറ്റബോധത്തിന് ഉള്ള വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അവെയർ ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഏതൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലും നമ്മുടെ വിലപ്പെട്ട സമയം, സാമ്പത്തികം, ഇത്തരം കാര്യങ്ങൾ, മാനസികാവസ്ഥ, ഇതൊന്നും അവിടെ അങ്ങോട്ട് 100% അർപ്പിക്കാതെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് അവനവനെ കുറിച്ച് ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇനി ഇങ്ങനെ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ടെങ്കിൽ അത് കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമില്ല. ലൈഫ് ഓരോ നിമിഷവും നമ്മളെ ലെസൺസ് പഠിപ്പിക്കുന്നു. ഇത് ഒരു പ്രശ്നമല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഒരു അനുഭവമാണ് അല്ലെ ഇത്. അതിൽ നിന്ന് നമുക്കൊരു ലെസൺ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വീഴ്ച ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഒരു പാഠം നമ്മൾ പഠിക്കുക, മുന്നോട്ട് പോവുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.